മൈ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഫിൽറ്ററിനെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു, ഷോട്ട് ചെയ്തിരുന്നു. അത് വൈകാനിച്ച് താമസിച്ച് വീഡിയോ എടുക്കാനായിട്ട്. കാരണം വേറെ ഒന്നുമല്ല, മഴയൊക്കെ ആയിട്ട് ഇവിടെ എല്ലാം വെള്ളവും അഴുക്കൊക്കെ ആയിരുന്നു. അത് കാരണം കൊണ്ടാണ് ലേറ്റായത്. പിന്നെ സമയക്കുറവ് കൊണ്ട് ലേറ്റായത്. ആദ്യം തന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഫിൽറ്റർ എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാന്നുള്ളതായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ട് ഇതാണ് മോട്ടറിൻ്റെ ലൈൻ. ഇവിടുത്തെ ഇത് നേരെ ടാങ്കിലോട്ട് പോയേക്കുക. ഇവിടെ 2 ടാങ്കുണ്ട്, ടാങ്കിലോട്ട് പോയേക്കുക. ഇവിടെ ഒരു ടീ കൊടുത്ത് ഇവിടെ ഇതിന്റെ മേളിലായിട്ടൊരു വാൽവും കൊടുത്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മോട്ടറിന്റെ അതേ പ്രഷർ ചെയ്ത് ബാക്ക് വാഷ് ചെയ്യാൻ പറ്റും. ഇതങ്ങനല്ല കൊടുത്തേക്കുന്നത്, നേരെ ടാങ്കിൽ നിന്ന് വരുന്ന ലൈന ഇങ്ങനെ കൊടുത്തേക്കും. ഇതില ഈ ടാങ്കിൽ നിന്ന് വരുന്ന ലൈനിന്റെ പ്രഷർ അല്ല ഇത് ബാക്ക് വാഷ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് വെച്ചേക്കും. ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ മോട്ടറിന്റെ പ്രഷറിലല്ല ബാക്ക് വാഷ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഇന്നറിലോട്ടുള്ള വാൽവ് അങ്ങ് അടച്ചേക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് വാഷ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കലങ്ങിയ വെള്ളം അഴുക്കുമായിട്ട് അങ്ങോട്ട് പോകാൻ സാധ്യത കൂടുതലല്ല ലൈനിലോട്ട്. അതുകൊണ്ട് അതങ്ങ് ഓഫ് ചെയ്തേക്കണം. രണ്ടാമത് ഇതിനകത്ത് ബാക്ക് വാഷ് ഉണ്ട്. അതിലാണ് ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത്. കാണാതിരിക്കാം, ഇവിടെ ബാക്ക് വാഷ് 2 നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ റിങ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫിൽറ്റർ ഇടുമ്പോഴേ ലൈനിലോട്ടൊക്കെ വെള്ളം വരുന്നത്. റിങ്സിൽ ഇവിടെ ഇത് രണ്ടാമത്തെ റിങ്സ് അല്ല, രണ്ടാമത്തെ ബാക്ക് വാഷ്, മൂന്നാമത്തെ റിങ്സ്, ഒന്നാമത്തത് ഫിൽറ്റർ. അങ്ങനെ വന്നേക്കുന്നത് ഫിൽറ്ററിന്. ഇതിപ്പോ ഒരു 6-7 വർഷം പഴക്കമുണ്ട്. 7 വർഷത്തോളം ആയത് മേടിച്ചിട്ട്. അതുപോലെ ബാക്ക് വാഷ് ചെയ്യുന്നതിന്റെ വെള്ളം സാറിന് എല്ലാവരും ഇങ്ങനെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാറ് പതിവ്. അതിനേക്കാൾ നല്ലത് കണ്ട് ഇതുപോലെ ലൈൻ കൊടുത്ത് ഒരു കണക്ടറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേല പൈപ്പ് കണക്ട് ചെയ്ത് ഉണക്ക സമയത്ത് എവിടെ വേണേലും വെള്ളം ഒഴിക്കുകയോ ഒക്കെ ചെയ്യാം. ചെടികൾക്കോ തെങ്ങിനൊക്കെ ഉണക്ക സമയത്ത് വെള്ളം ഒഴിക്കാം. ഞാൻ പ്രത്യേകിച്ച് ബാക്ക് വാഷിന് വേണ്ടി സമയം കളയേണ്ട കാര്യമില്ല. ഉണക്ക സമയത്ത് എല്ലാത്തിനും വെള്ളം ഒഴിക്കണം. ഇങ്ങനെ കണക്ട് ചെയ്ത് ബാക്ക് വാഷിലിട്ട് ചെടികൾക്കോ തെങ്ങിനോ ഒക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്ക് വാഷും നടക്കും, വെള്ളം ഒഴിപ്പും നടക്കും. ഇവിടെ ഇപ്പം മഴ സമയമായിട്ട് ഞാൻ ഒന്നിനും വെള്ളം ഒഴിക്കുന്നില്ല. അത് കാരണം ഓസ് കണക്ട് ചെയ്ത് അങ്ങ് വെളിയിലോട്ട് ഇട്ടേക്കുക. അതുകൊണ്ട് ഇതുപോലെ ഓസ് കണക്ട് ചെയ്തിട്ട് വെളിയിലോട്ട് ഇട്ടേക്കും. ഇപ്പൊ ഇവിടെ ഒന്നിനും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ബാക്ക് വാഷ് ചെയ്യുന്ന വെള്ളം ഇതിൽ കൂടെ അങ്ങ് പോയിക്കോളും. ആദ്യം തന്നെ ഇത് ക്ലോസ് ചെയ്യുക. ഇന്നറിലോട്ട് പൈപ്പിലോട്ട് ലൈനിലോട്ട് പോയേക്കുന്ന ലൈൻ അങ്ങ് ഓഫ് ചെയ്ത് അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ബാക്ക് വാഷിലോട്ട് പിടിച്ചിടുക. ബാക്ക് വാഷിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇതുപോലൊരു കമ്പ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആവും. ഇങ്ങനെ കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആവും. ഞാനിത് എളുപ്പത്തിൽ പറയാം. ഇത് ബാക്ക് വാഷ് ആയിട്ട് 2 ദിവസം ആയേ ഉള്ളൂ. വലിയ അഴുക്കൊന്നും ഈ കാണത്തില്ല. പിന്നെ ഈ ബാക്ക് വാഷ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇടയ്ക്ക് പിടിച്ചൊന്ന് ഈ റിങ്സിലോട്ടൊന്ന് ഇടുക. ഇട്ടതിന് ശേഷം വീണ്ടും പെട്ടെന്ന് തന്നെ ബാക്ക് വാഷിലോട്ട് ഇടുക. അങ്ങനെ പെട്ടെന്ന് അഴുക്കളകി വരാൻ എളുപ്പമായിരിക്കും. എളുപ്പത്തിൽ അങ്ങ് അഴുക്കളകി അങ്ങ് പോയിക്കോളും. അത് കഴിഞ്ഞാൽ പിന്നെ മോട്ടറിൽ നിന്ന് ചെയ്യുന്നവരൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ മോട്ടറിന്റെ അതേ പ്രഷറിൽ പൈപ്പൊക്കെ ഊരിപ്പോകാനും പൊട്ടിപ്പോകാനും ഒക്കെ സാധ്യത കൂടുതലാണ്. കാരണം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത് ഇങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല, പേടിക്കാനൊന്നുമില്ല. പൈപ്പ് ലൈൻ പൊട്ടുവന്നോ ഊരിപ്പോകുന്നൊന്നും പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ അതേ പ്രഷറില്ല ഇവിടെ ബാക്ക് വാഷ് ചെയ്യുന്നത്. ഇതിപ്പോ പലർക്കും പല ഐഡിയ ആയിരിക്കും. ഇതെന്റെ ഐഡിയ. ഞാനിത് ഇങ്ങനെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാ പല എനിക്കറിയാവുന്ന വീടുകളിലും ഫിൽറ്റർ വെച്ചതിന് ശേഷം അവർക്ക് ഇതുപോലെ ബ്ലോക്ക് ആയിട്ട് പൈപ്പ് ലൈനിൽ പ്രഷറില്ല വെള്ളത്തിന്. അങ്ങനെ ഞാൻ പല വീടുകളിലും പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പലരുടെ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അറിയില്ല ഇതിനെപ്പറ്റി വിശദമായിട്ട്. അങ്ങനെ പലർക്കും ഞാൻ ഇന്ന രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ ആ രീതിയിൽ തന്നെ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടത്. ഇങ്ങനെ ബാക്ക് വാഷ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇടയ്ക്കൊന്ന് റിങ്സിലോട്ട് പിടിച്ചിടുക. പിന്നെയും തന്നെ തിരിച്ച് ബാക്ക് വാഷിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്ക് ഇളകി പോയിക്കൊണ്ടിരിക്കും.
പിന്നെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട. ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തിട്ടേക്കണം. എന്നിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ അന്നേരം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ എല്ലാം ലൈക്കും സബ്സ്ക്രൈബിൻ്റെ സപ്പോർട്ടും കൊണ്ടായിരിക്കും അടുത്ത വീഡിയോയിലോട്ട് ഞങ്ങൾക്ക് പോകാനുള്ള പ്രചോദനം. അപ്പോൾ കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ വിജയിപ്പിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഫിൽറ്ററിങ് ബാക്ക് വാഷ് കഴിഞ്ഞ് അഴുക്കെല്ലാം പോയെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ റിൻസിലോട്ട് 2 സെക്കൻഡ് ഇട്ടേക്കണം. 2-3 സെക്കൻഡ് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ പിടിച്ചങ്ങ് ഫിൽറ്ററിലിടാം. ഫിൽറ്ററിലിട്ടാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ വന്ന് ഈ നമ്മൾ ലൈനിലോട്ടുള്ള വാൽവ് അടച്ചു വെച്ചേക്കുമായിരുന്നു, അത് തുറന്നു കൊടുക്കുക. നല്ല ലൈനിൽ വെള്ളം വരത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ. ഇതിപ്പം ഞാൻ ചെയ്യുന്ന രീതി എൻ്റെ ഐഡിയ. പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്, പലർക്കും പല ഐഡിയ ആയിരിക്കും. ഏത് കാര്യത്തിനും പലർക്കും പല ഐഡിയ ഇല്ലേ എന്ന് പറയുന്ന പോലെ ഇപ്പം ഞാൻ പല വീടുകളിലും, എനിക്കറിയാവുന്ന വീടുകളിൽ ഞാൻ ഇതേപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ബാക്ക് വാഷ് ഇട്ടിട്ട് ആ ഒരു കമ്പ് വെച്ച് ഇത് പൊട്ടാത്ത രീതി അധികം ശക്തിയായിട്ട് അടിക്കരുത്, ചെറുതായിട്ടൊന്ന് കൊട്ടിക്കൊടുത്താൽ പെട്ടെന്ന് അഴുക്ക് ഇളകി അങ്ങ് പോകും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞങ്ങളുടെ ചാനലിന് വേണം. എൻ്റെ കൂടെ നിൽക്കണം, എന്നാലേ ഞങ്ങളുടെ ചാനൽ വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട. ഇനി അടുത്ത വീഡിയോ എത്തുന്നവരെ ഓക്കെ, ബായ്.